നമ്മളെ ചതിച്ചു ഗൈസ്. നമുക്കൊരു സർപ്രൈസ് വന്നിട്ട് ഓക്കെയാണ്. അയ്യോ ഇത് കപ്പല്ല, ഓഫറിന് വാങ്ങിച്ചാണ് കേട്ടാ. സോറി ഗൈസ്. ബാറ്ററി ഇടുന്നോടെ കൊള്ളത്തില്ല ഗൈസ്. നമ്മൾ ടെമൂന്ന് പറഞ്ഞ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഫാസ്റ്റ് ഡെലിവറിയാണ്. നോക്കിയാ ഇത് എന്തുവാന്ന് അറിയത്തില്ല. പൊട്ടിക്കണം, പൊട്ടിച്ചു നോക്കാം. ഇത് മറ്റേ ഇത് പൊട്ടിയിട്ടൊക്കെയാണോ? ഇത് അങ്ങനെയാണോ? ഇതിനകത്താണ് നൂല് വന്ന് വീഴുന്നത് ഗൈസ്. ഇത് നമ്മുടെ മറ്റേ സാധനമാണ് ഗൈസ്. നമ്മള് ഡ്രസ്സിന്ന് മറ്റേ നൂലൊക്കെ കളയത്തില്ലേ, ആ സാധനമാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഉണ്ടാവും വിചാരിച്ച പോലെ എല്ലാ സാധനം കൊള്ളാം. കണ്ടില്ലേ നിങ്ങളിതില് നല്ലപോലെ പോകുന്നുണ്ട് ഗൈസ്. ഇതില് സെപ്പറേറ്റ് ഒരു സ്പേസ് തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഒരു ഡിജിറ്റൽ ക്ലോക്ക് ആണ്. ഇതിന്റെ അൺബോക്സിംഗ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നൊരു ഗസ്റ്റ് കയറി വന്നുകൊണ്ട് മൊത്തത്തിലൊരു മെസ്സായി പോയി. അതുകൊണ്ട് ഇതിന്റെ അൺബോക്സിംഗ് നമ്മൾ എടുത്തിട്ടില്ല. എടുത്തപ്പോൾ തന്നെ ഇതിന്റെ ബാറ്ററി വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ഇതിൽ ഡിഫറെന്റ് മോഡ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിലെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ടെമ്പറേച്ചർ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അലാം നമുക്ക് സെറ്റ് ചെയ്യാം, ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് ഗൈസ്. അതിന്റെ ഇടയിൽ നമുക്ക് സർപ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. നാളെ ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കേക്കും ഫ്ലവർ ഹാമ്പറും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കൊടുത്തു കിട്ടുന്നത് നിഖിലേട്ടനാണ്. നിഖിലേട്ടൻ എന്ന് പറഞ്ഞാൽ അവന്റെ അളിയനാണ്, ബ്രദറാണ്. അപ്പൊ ഒരുപാട് സന്തോഷം, ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ഐറ്റം നമ്മള് ക്ലോസറ്റിൽ ഇടുന്നതാണ്. മറ്റേ ഫ്ലഷ് ഇല്ലേ, ഫ്ലഷ് ടാങ്കിൽ ഇടുന്നതാണ്. കുറച്ച് സ്മെല്ലൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. 2 തരംസോ അത്ര എന്തോ ആയിട്ടുള്ളായിരുന്നു. അപ്പം അത് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നി, അങ്ങനെ അത് എടുത്താണ്. എന്താ നോക്കാം. ഇത് മറ്റേ ബ്ലെൻഡ് ഇലക്ട്രിക് മിൽക്ക് ഫ്രോത്തറാണ്. ഇത് മറ്റേ ബ്ലെൻഡറാണ് ഗൈസ്. നമ്മുടെ എനിക്ക് ഇംഗ്ലീഷ് നമുക്ക് ക്യാപ്പിച്ചിനോ ഒക്കെ ഉണ്ടാക്കാം. ഇത് ഇങ്ങനെയാണ് സംഭവം. പക്ഷെ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചതിച്ചു ഗൈസ്. ഞങ്ങൾ വിചാരിച്ചത് ബാറ്ററിയിൽ വർക്ക് ചെയ്യും, വോൾ മൗണ്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് സെറ്റ് ചെയ്ത സാധനമാണ്. പക്ഷെ അത് കുത്തിയിട്ടിട്ട് അത് വർക്ക് ആവുന്നുള്ളൂ. ബാക്കി ഓക്കെയാണ്. ഇതാണേ ശരി. എല്ലാ തലതിരിവാണ് ഗൈസ്, എല്ലാ തലതിരിവാണ് പറഞ്ഞിരിക്കുന്നത്. ചിലതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, പറയിക്കാൻ വയ്യ. പക്ഷെ ചിലതൊക്കെ വിചാരിച്ച പോലെയല്ല. ഇത് കണ്ടില്ലേ ഗൈസ്, നമ്മള് വാഷ് ബേസിനിലും അല്ലെങ്കിൽ ഈ സിങ്കില് വെള്ളം കഴുകുന്ന പാത്രം കഴുകുന്ന സിങ്കില് വെക്കേണ്ട സാധനമാണ്. പക്ഷെ ഇത് കുറച്ച് വലുതാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വേസ്റ്റ് വന്ന് അടിയാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇത് നമ്മളെ ചതിച്ചു ഗൈസ്. ഒരു ചതിയായിരുന്നു നമുക്ക്. ആകെ 1-2 പ്രൊഡക്റ്റ് മാത്രം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇത് കപ്പല്ല ഗൈസ്. ഇത് നമുക്ക് അരി കഴുകാൻ വേണ്ടി അവർ തന്ന സാധനമാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോ ഇത് വലുതായിരുന്നു, വന്നപ്പം ചെറുതായി പോയി. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് അറിയത്തില്ല. ഫോട്ടോയിൽ വലുതായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ 2 പ്രാവശ്യമൊക്കെ ഇടേണ്ടി വരും. പിന്നെ ഇവിടെ ഞങ്ങൾ 2 പേരും ഉള്ളത് കൊണ്ട്, പിന്നെ ഇവരിപ്പോ ഡയറ്റിങ് ആയതുകൊണ്ട് എനിക്ക് മാത്രം ചോറ് മതി. അതുകൊണ്ട് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ബട്ട് കറക്റ്റ് സൈസാണ് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നാട്ടിലാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പം ഒന്നുകൂടെ ഓർഡർ ചെയ്ത സാധനമാണ്. നാട്ടിലെ സൈസും ഈ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഐസ് റോളർ ആണ് കേട്ടോ. ഇതിൽ വെള്ളം നിറച്ചിട്ട് നെക്സ്റ്റ് ഐറ്റം നമ്മുടെ വോളില് കോർണർ വോളാണ്. ശരി, സോറി ഗൈസ്. കോർണർ ഷെൽഫ് ആണ് നെക്സ്റ്റ് ഐറ്റം.
ഇത് രണ്ടും നീ അപ്പൊ മറ്റേത് രണ്ടും 2 ഐറ്റം ആണത്. ഇത് അതിന്റെ കൂടെ ചെടിച്ചട്ടി ഉണ്ടായി, പക്ഷെ അത് കാണുന്നില്ല ചെടിച്ചട്ടി. അത് ഓണാക്കി നോക്കി സ്വിച്ച് ഇട്ടേല്. ഇതില് ബാറ്ററി ഇടണോടെ. 1 2 3 4 ബോൾസ് മിസ്സിംഗ് ആണ് ഗൈസ്. കണ്ടോ 4 ബോൾസ് മിസ്സിംഗ് ആണ്. ബോൾസ് അല്ലത് അതിന്റെ കായാണ്. 4 സീഡ് മിസ്സിംഗ് ആണ് ഗൈസ്. 4 സീഡ്. പിന്നെ ഇതിന് ബാറ്ററി ഇടണം. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു പോട്ട് ഉണ്ടായിരുന്നു, അതില് വെക്കാം അങ്ങനെയാണ് ഫുള്ളി ആണ് ഓർഡർ ചെയ്തത്. പക്ഷെ വന്നപ്പോ ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററി വാങ്ങണം, പോട്ട് വാങ്ങണം, എല്ലാം വാങ്ങി സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. സത്യം പറഞ്ഞാ ഞങ്ങള് 3 സാധനേ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളൂ. 6 സാധനം പൈസ കൊടുത്ത് വാങ്ങിച്ചു. 3 ഫ്രീ കിട്ടിയത്. ഇത് ഓഫറിന് വാങ്ങിച്ചാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ 6 സാധനങ്ങൾ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു. ബാക്കി 3 ഐറ്റംസ് ഫ്രീ കിട്ടിയതാണ്. എനിക്ക് തോന്നുന്നു ഫ്രീ കിട്ടിയ ഐറ്റം ആണോ നമ്മൾ ചതി പറ്റിയതെന്ന് തോന്നുന്നു. ചിലതൊക്കെ ഒരു കോർണർ ഷെൽഫാണ്, നമ്മൾ ഫിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചാണ്. 3 സാധനം അതും സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ചെടി വാങ്ങിച്ചത്. ഒരു കുഞ്ഞി ചെടി ഇതിനകത്ത് ഇരിക്കത്തുള്ളൂ. അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു. നെക്സ്റ്റ് ഐറ്റം ഇത് മാറ്റ് ആണേ. അത്യാവശ്യം വലുതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതും ഓർഡർ ചെയ്തത്. പക്ഷെ പ്രതീക്ഷിച്ച അത്ര വലുതല്ല. ക്വാളിറ്റിയും ഒരു സുഖമില്ല. ഒരു ചുമ്മാ ഒരു പേപ്പറിന്റെ ഒരു ഇതേ ഉള്ളൂ. ഞങ്ങള് പിക്കിൽ കണ്ടപ്പോ അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ള നല്ല സാധനമാണെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തതാണ്, ചുമ്മാ മാറ്റ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? ഇത് ഓക്കെ അല്ല ഗൈസ്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഐറ്റം ആണ് ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. യൂസ്ഫുള്ളും ആണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താ സാധനം എന്ന് വെച്ചാല് ഇതാണ് സാധനം. വോളിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുന്ന സാധനമാണ്. നമ്മുടെ ചാർജറൊക്കെ, ഞങ്ങളുടെ ചാർജർ എപ്പോഴും താഴത്തോട്ടായിരുന്നു കിടക്കുന്നത്. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനമാണ്. ഇത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഒരു ക്ലോക്ക് തന്നെയാണ് ഗൈസ്. ഇത് വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലോക്കാണ്. ചെറുതായിട്ട് നമ്പത്താൻ പറ്റിയതാണ്. ഞങ്ങൾ 2 ക്ലോക്ക് അറിയാതെ ഓർഡർ ചെയ്ത് പോയി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, രണ്ടിനും രണ്ടിൻ്റെതായ ഭംഗിയുണ്ട്. ഇതിൽ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഇവരൊരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ വോളിൽ സ്റ്റിക്ക് ചെയ്യേണ്ടത്. സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഗൈസ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. എല്ലാം യൂസ്ഫുൾ അല്ല, എന്നാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ വാങ്ങിക്കുമ്പം ഓഫർ നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കാം. ഞങ്ങൾ കുറെ ഈ ഫ്ലവർ വൈസ് ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തതിൽ ഫ്ലവർ വൈസ് വന്നിട്ടില്ല. ആ ഒരു ഫ്ലവറിന്റെ ആ ഒരു ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ ചില സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ലെങ്ത് ഒക്കെ ആണെങ്കിലും നിങ്ങൾ നോക്കുമ്പം ലെങ്ത്തും അതിന് അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ളത് നോക്കിയെടുക്കുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇങ്ങനത്തെ ഐറ്റംസ്, ഈ ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുള്ളത് നല്ലത് തന്നെയാണ്. ക്വാളിറ്റി ഉണ്ട്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഇതൊക്കെ കുറച്ച് അബദ്ധം പറ്റി. ഇത് വേറെല്ലാം അത്യാവശ്യം നല്ലതായിരുന്നു ഗൈസ്. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് സർപ്രൈസ് തന്ന നിഖിലേട്ടനും ചക്കുനും ഒരുപാട് താങ്ക് യു. അപ്പൊ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ